നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആ ദിവസങ്ങളിൽ ചില അന്വേഷണങ്ങളൊക്കെ നടത്തി, പിന്നെ അത് വിട്ടു. വേണമെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. വേണം ദാസ്, എനിക്ക് അവരെ ഒന്ന് കാണണം. ആദിത്യന്റെ കുഞ്ഞിന് എന്തൊക്കെയോ അസുഖങ്ങളുണ്ടായിരുന്നുവെന്നും സർജറിയൊക്കെ കഴിഞ്ഞിരുന്നുവെന്നും അന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു. അതൊക്കെ കൂടി ഓർത്തിട്ടാ അന്ന് ഞാൻ അവനൊരു 1,00,000 രൂപ സഹായമായിട്ട് നൽകിയത്. അണ്ണൻ അവനുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലായിരുന്നിട്ടും അത്രയൊക്കെ ചെയ്തില്ലേ? വീണ്ടും ഇനിയിപ്പോ അവരുടെ കാര്യം തിരക്കി പോണോ അണ്ണ? ഞാൻ സഹായിച്ചത് ആദിത്യനെയല്ലേ ദാസ്? ഇപ്പൊ ആരുമില്ലാതായ അവന്റെ കുടുംബത്തെ ഒന്ന് കാണണമെന്ന് തോന്നുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. നിനക്ക് പറ്റുമെങ്കിൽ അവരെക്കുറിച്ചൊന്ന് അന്വേഷിക്കും. അല്ലെങ്കിൽ പിന്നെ ജയിലിൽ പോയി ആദിയോട് തന്നെ ചോദിക്കണം. അതൊന്നും വേണ്ട. അണ്ണൻ അവനെ ജയിലിൽ പോയി കണ്ടാല് അവന്റെ ശത്രുക്കള് അണ്ണനെ കൂടി നോട്ട് ചെയ്യും. വെറുതെ ആവശ്യമില്ലാത്ത തലവേദനകൾ ഏറ്റെടുക്കണം അണ്ണ. അവന്റെ ഫാമിലിയോടെ ഉണ്ടെന്ന് ഞാൻ അന്വേഷിച്ച് പറയാം. അതുപോലെ അണ്ണാ, ഒരു മിനിറ്റ്. ഹലോ സാർ. എന്തായി സുനി, അവരെ കണ്ടോ? സാർ, അവരവിടുന്ന് പോയി. പോയെന്നോ? എങ്ങോട്ടേക്ക്? സാർ, അവരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. ആണോ? എന്നൊരു കാര്യം ചെയ്യ്, നീ പെട്ടെന്ന് ഇങ്ങോട്ട് പോവാ. നമുക്ക് ഉടനെ മെഡിക്കൽ കോളേജിലേക്ക് പോവാം. ശരി സാർ. ഓക്കെ. ആരെയാ ദാസ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്? ഞാൻ പറഞ്ഞില്ല അണ്ണ, വീടിനടുത്തുള്ളൊരു കൊച്ചിനെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അവിടെ നല്ല ഡോക്ടേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ പറഞ്ഞു. എനിക്ക് അത്യാവശ്യമായിട്ട് അവിടെ വരെ പോകണം. വണ്ടി പോരും. ശരി ദാസ്, ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. 2 ദിവസത്തിനുള്ളിൽ അവരെക്കുറിച്ചുള്ള വിവരം നീ എനിക്ക് തരണം. ശരിയണ്ണ. മഞ്ചാടി, ചായ കുടിക്ക. പനമേതാ ചായ? ചിരു, നിനക്ക് ചായ എടുക്കട്ടെ? വേണ്ട. പിന്നെ ഇന്നലെ മോൻ ജനിച്ചപ്പോ ഞാൻ വാങ്ങിയ കുറച്ച് സ്വീറ്റ്സ് ഇരിപ്പുണ്ട്, ഞാൻ ഇപ്പൊ എടുത്തു തരാം കേട്ടോ. നിനക്ക് വേണോടാ? ലഡു അടിക്ക് പാനോമേ. ഞാൻ മധുരമുള്ളതൊന്നും കഴിക്കാറില്ല വിനയ. ഇത് വിനയനും എന്റെ മോക്കും ഒരു ആൺകുഞ്ഞ് ജനിച്ചതിന്റെ മധുരമല്ലേ, അതുകൊണ്ട് ഞാനിത് കഴിക്കും. മധുരം നൽകുന്നതിന് എപ്പോഴും ഒരു കാരണം ഉണ്ടാവും. പക്ഷെ ഡയബറ്റീസിന് അത് പറഞ്ഞാ മനസ്സിലാവണമെന്നില്ല. ഇനിയിപ്പൊ എന്തായാലും എന്താ മോളെ, മധുരം കഴിച്ചാലും ഇല്ലെങ്കിലും സമയമാവുമ്പോ അങ്ങ് പോകും. അതുകൊണ്ട് മധുരം കഴിച്ചോണ്ട് ടാറ്റ പറഞ്ഞു പോകുന്നതല്ലേ? പോകുന്നില്ല. എന്താണ് ടാറ്റ പറഞ്ഞു പോവാനാ? ഭാനുമേ, ഞാനെന്നാ കമ്പനിയിലേക്ക് പോട്ടെ. ഇവിടെ ഇനിയിപ്പോ നിങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ രഘുവേട്ടാ, മധുരം കഴിക്കേ. വേണ്ട, ഞാനതൊന്നും കഴിക്കാറില്ല. ചീരു ചേച്ചിക്ക് കുഞ്ഞ് ജനിച്ചതിന്റെ വകയല്ലേ രഘുവേട്ടാ? ഷുഗർ ഉള്ള ബാനുമ്മ വരെ കഴിച്ചു. വിനയം വെച്ച് നീട്ടിയതല്ലേ രഘു, അത് മേടിക്ക്. അഗ്നി കഴിച്ചു. ചിരു, ഞാനെന്നാ പോയിട്ട് വൈകുന്നേരം വരാം. ഭാനുമേ മച്ചാടിയും തിരിച്ചു പോയ അമ്പിളി ഇങ്ങോട്ട് വരും. രഘുവേട്ടൻ ഈ തിരക്കിന്റെ ഇടയിൽ ഇന്ന് വീണ്ടും ഇങ്ങോട്ട് വരണമെന്നില്ല. ഇവിടെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ലല്ലോ. ഞാനിവിടെ ഉണ്ടല്ലോ, ഞാനിവിടെ ഒരു കുറവ് വരുത്തില്ല രഘുവേട്ടാ. ശരി ശരി, ഞാൻ പോയിട്ട് വരാം. ചിരു, ലഡു വേണ്ട. വേണ്ടേ? വാവേ, കുഞ്ഞാവേ, മോനെ ലഡു വേണോ മോന്? കുഞ്ഞ് ലഡു തരട്ടെ? ആംഗ്ലേ, ഞാൻ ഇവിടെ ഇറങ്ങി. മിയമോൾ ഏത് ഹോസ്പിറ്റലാ?
ഞാൻ അങ്ങോട്ട് വരാം. എടാ നീ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. ഒരു പ്രശ്നമുണ്ട്. എന്താ നിയമോൾക്ക് എന്തെങ്കിലും? എടാ ആകെ പ്രശ്നമാണ്. ആ കുട്ടിയെ ഭാമിനി തങ്കച്ചി എന്നെ ഹോസ്പിറ്റലിലേക്ക് അയച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡ്രൈവറെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയച്ചു. സുനി എന്ന് നോക്കിയപ്പോൾ അവിടെ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് അവരെ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് അല്ല, അപ്പോ അങ്കിൾ അങ്ങോട്ട് പോവാണോ? ഞാൻ അങ്ങോട്ടേക്ക് വരാം. നീ പറഞ്ഞ മുഴുവൻ കേക്കരുത്. എടാ ആ ഭാമിനി തങ്കച്ചി എന്നെ ഇപ്പൊ വീണ്ടും വിളിച്ചിരുന്നു. ആമി കൊച്ചിനെയും കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ തയ്യാറായിട്ടില്ല. അവിടെ ട്രീറ്റ്മെന്റ് കിട്ടാൻ വൈകിയാലോ എന്ന് കരുതി അവള് കൊച്ചിനെയും കൊണ്ട് അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറി. അല്ല അങ്കിളെ, അത് കുഞ്ഞിന് ചിലപ്പോൾ സീരിയസ് ആയതുകൊണ്ടാവോ? ഒരു കണക്കിന് നന്നായി. പ്രൈവറ്റ് ആവുമ്പോ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കിട്ടുമല്ലോ. ഏത് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു അങ്കിളെ? പറഞ്ഞു. എടാ അവിടെ തന്നെയാ നീ ഇപ്പൊ നിൽക്കുന്ന സിറ്റി ഹോസ്പിറ്റല്. അല്ല അങ്കിളെ, ഇവിടെയോ? അങ്കിൾ എന്തായി പറയുന്നേ? അങ്കിൾ ഇത് പ്രശ്നമാവില്ലേ? അല്ല അവര് പെട്ടെന്ന് ഡോക്ടറെ കണ്ടിട്ട് പോവായിരിക്കും അല്ലേ? ഇല്ല എടാ, കുട്ടി അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഭാമിനി തങ്കച്ചി വിളിച്ചപ്പോ പറഞ്ഞത്. ആമി ഫോൺ എടുത്തിട്ടില്ല. അവളുടെ കൂടെ പോയ ആളാണ് തങ്കച്ചിയെ വിളിച്ചു പറഞ്ഞത്. നീ എങ്ങനെയെങ്കിലും ആമിയെ കണ്ടെത്തി അവൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. രഘു അങ്കിളെ, ഞാനിപ്പോ എന്ത് ചെയ്യാനാ? വീനൻ ഇവിടെ സജീവമായിട്ട് നിൽക്കുക. അവൻ എങ്ങനെ ആമിയെ കണ്ടാലോ? എടാ അവൻ അവരെ കാണാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. അവൻ കാണുന്നതിന് മുമ്പ് ആമിയെ നീ കാണണം. അവളോട് മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് പറയണം. ബാക്കി കാര്യങ്ങളൊക്കെ നീ ചെയ്തു കൊടുത്താ ആമിക്ക് പിന്നെ പുറത്തിറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അല്ല അങ്കിളെ, അങ്കിളെ അമ്മ വരുന്നുണ്ട്, ഞാൻ വിളിക്കാം.